ഇന്ന് നമ്മൾ പോകുന്നത് ബോണക്കാട് പ്രേത ബംഗ്ലാവിലേക്കാണ്. ഇവിടെ എത്തിപ്പെടാൻ ഒന്നീ KSRTCയിൽ വരണം, അല്ലെങ്കിൽ നമുക്കവിടെ ആരെങ്കിലും പരിചയക്കാർ വേണം. ഞാൻ എൻ്റെ വേറൊരു വലിയ വീഡിയോ ഇതിനെ കുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഈ KSRTCയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ KSRTC ബസ്സിൻ്റെ കാര്യം പറയണത്. ഇവിടെ പഴയ ഒരു ബംഗ്ലാവാണ്, ഏതാണ്ട് പൊളിഞ്ഞ് തീരാറായി. ഏതാണ്ട് അവിടേക്കാണ് നമ്മുടെ യാത്ര. ഓഫ് റോഡാണ്. ബസ്സിൽ വന്ന ഒരു 2-3 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വരും. 3-4 ട്രിപ്പേ ഉള്ളു ബസ്. ഇതാകെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അന്നത്തെ കാലത്ത് സായിപ്പന്മാർ ചെയ്തതാണ്. പക്ഷേ റൂമുകളൊക്കെ വലിയ റൂമുകളാണ്, എല്ലാം അറ്റാച്ച്ഡ് റൂമുകളാണ്. ആ റൂമുകളൊക്കെ നമുക്കൊന്ന് അത്യാവശ്യം കാണാം. റൂമുകളെ കാഴ്ചയൊക്കെ ഇതാണ്. ഇപ്പോൾ എല്ലാം ഈ ഭിത്തിയിലൊക്കെ അതും ഇതുമൊക്കെ എഴുതിയൊക്കെ വെച്ച് വൃത്തികേടായി കിടക്കുകയാണ്. ഇതൊന്നും സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, പക്ഷേ സംരക്ഷണം ഇല്ല. ഇവിടെ പഴയ ഒരു പ്രേതകഥയുണ്ട്. ഇവിടെ സായിപ്പും സായിപ്പിൻ്റെ ഭാര്യയും മകളുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് സായിപ്പിൻ്റെ മകൾ അകാലത്തിൽ മരിക്കുകയും അങ്ങനെ കുട്ടിയുടെ പ്രേതം ഇവിടെ ഉണ്ടെന്നും പിന്നെ വന്ന് താമസിച്ചവർക്കൊക്കെ അത് വളരെ ശല്യമായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ചില കുട്ടികളിവിടെ വന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊക്കെയാണ് പറയണത്. അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും വലിയ അന്നത്തെ സമയത്ത് ഇത്രയും റൂമുകളൊക്കെ ഇത്രയും വലുതായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഈ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും റൂമിൽ ഹീറ്റിംഗ് സംവിധാനമൊക്കെ ഉണ്ട്. അന്ന് വിറവ് കൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് ഇതിൻ്റെ വെളിയിൽ ഇതിൻ്റെ മുറ്റത്ത് നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ്. പിന്നെ അന്നത്തെ കാലത്ത് സായിപ്പന്മാർ ഈ വീടൊക്കെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവരെ തോട്ടത്തിൻ്റെ മുക്കാഭാഗവും കാണാൻ പറ്റും. അതിനെക്കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഈ വീട് കൊണ്ടുവച്ചത്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരവും ഗംഭീരവുമാണ്. ഇതൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടുവെങ്കിൽ, നല്ല റോഡും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വികസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ ബോണക്കാടൊക്കെ. പിന്നെ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഒരു ചെറിയ പേടി തോന്നാം. കാര്യം അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അടുത്തെങ്ങും മറ്റ് വീടുകളോ ലയങ്ങളോ ഒന്നുമില്ല. അടുത്തുണ്ടെന്ന് പറയാൻ ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് മാത്രമുണ്ട്, ചെറിയൊരു സ്റ്റേഷൻ, ഔട്ട് സ്റ്റേഷൻ എന്നേ പറയാൻ പറ്റൂ. അവിടെ ഒരാളാകണ്ടേ ഉള്ളു. ഇതിൻ്റെ ഒരു 3/4 കിലോമീറ്റർ അടുപ്പിച്ചാണ് അതിൻ്റെ ആ സ്ഥലം. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്ന റൂഫിംഗ് ഒക്കെ അതിമനോഹരമാണ്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റൂമിലാണ് ആ ഹീറ്റിംഗ് സംവിധാനമൊക്കെ ഉള്ളത്. വിറവ് കൊണ്ടുള്ളതാണ്. ഇവിടെ ആയിരിക്കും മിക്കവാറും അവരെ ബെഡ്റൂം. വെളിയിൽ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തെങ്കിലും ആഹാരവും വെള്ളമൊക്കെ കരുതുക. ഇവിടെ ഒന്നും തന്നെ കിട്ടുന്നതല്ല, ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുവരണമായിരിക്കുന്നല്ലേ. നടന്നു വരുന്നവരൊക്കെ ആണെങ്കിൽ വെള്ളം കരുതണം. പിന്നെ ബൈക്കിലൊക്കെ വരാൻ പറ്റും, ഓഫ് റോഡ് വാഹനങ്ങൾക്ക് കയറി വരാം. റോഡ് വേറും മെടയാണ്, അതെല്ലാം ശ്രദ്ധിച്ചു വേണം വരാൻ. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം, ഒറ്റയ്ക്കൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്.